നമസ്കാരം. ജയലളിതയായി വളരെ അടുപ്പമുണ്ടായിരുന്ന ഒരു റിട്ടയർഡ് ഡോക്ടർ കാന്താരാജ് പറയുന്നത് ജയലളിതയ്ക്ക് ഒരു മകൾ ഉണ്ടായിരുന്നു എന്നത് സത്യം തന്നെയാണ്. ആ പെൺകുട്ടിയെ ആന്ധ്രയിലെ ഒരു ഫാം ഹൗസിൽ നമ്മുടെ വി.കെ. ശശികലയുടെ അകന്ന ബന്ധുവായ ഒരു സഹോദരനെ കാര്യസ്ഥനായി ആ ഫാം ഹൗസിൽ നിർത്തി അവിടെ പിന്നെ ഒരു സ്ത്രീയെയും കൂടെ നിർത്തിയാണ് ആ കുട്ടീനെ വളർത്തിയെടുത്തത്. ആ കുട്ടിയുടെ വിദ്യാഭ്യാസം എല്ലാം പൂർത്തിയാക്കിയത് ആന്ധ്രയിൽ തന്നെയാണെന്നും പിന്നീട് ആ കുട്ടി വിവാഹിതയായെന്നും വിവാഹം കഴിച്ച ആ കുട്ടിയുടെ ഭർത്താവും ഫാം ഹൗസിലെ മേൽനോട്ടക്കാരനായ ശശികലയുടെ അകന്ന ബന്ധുവായ സഹോദരനും രണ്ടാളും കൂടി ഒരു വാഹന അപകടത്തിൽ 92 കാലഘട്ടത്തിൽ മരണപ്പെട്ടതായും മരുമകൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ജയലളിത അന്ന് മുഖ്യമന്ത്രിയായിരിക്കെ ആന്ധ്രയിൽ ചെന്നിരുന്നെന്നും ജയലളിത മകൾക്ക് ഒരു കുട്ടിയുണ്ടെന്നും എന്നാൽ കേരളത്തിൽ നിന്നും ഇപ്പോൾ വന്നിരിക്കുന്ന സ്ത്രീയാകട്ടെ, സുനിത എന്ന് പറയുന്ന സ്ത്രീയാകട്ടെ, അത് വ്യാജമകളാണെന്നും ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഈ ഡോക്ടർ സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. തൃശ്ശൂരിൽ നിന്നുള്ള മകളെന്ന് പറയുന്ന സുനിതയാവട്ടെ മറ്റൊരു അഭിമുഖത്തിൽ പറയുന്നത് തികച്ചും വ്യത്യസ്തമായ കാര്യങ്ങളാണ്. പരസ്പരം വിരുദ്ധമായ കാര്യങ്ങളാണ് അവർ സാക്ഷ്യപ്പെടുത്തുന്നത്. അവർക്ക് മാധവൻ എന്ന് പറയുന്ന വളർത്തച്ഛനിലൂടെ ആ കുടുംബത്തിൽ ഒരുപാട് മാനസികപരമായ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെന്നും അവരുടെ മക്കളെയും എന്നെയും അവർ വേർതിരിച്ചാണ് കണ്ടിരുന്നതെന്നും വസ്ത്രങ്ങൾ പോലും അവർക്ക് നേരായ മാർഗത്തിൽ അല്ലെങ്കിൽ കൃത്യമായ സമയങ്ങളിൽ നല്ല വസ്ത്രങ്ങൾ പോലും അവർക്ക് ധരിക്കാൻ സാധിച്ചിട്ടില്ലെന്നും ഇടയ്ക്കിടെ ജയലളിത ഫോണിൽ വിളിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ചെന്നൈക്ക് പോയി കണ്ടിരുന്നെന്നും ജയലളിത ഇവർക്ക് ഒരു വിവാഹം അവിടെ ഒരു വരനെ ആലോചിച്ചിരുന്നെന്നും എന്നാൽ ഇവർ പറഞ്ഞു ഞാനും മറ്റൊരാളെ ഇവിടെ ഇഷ്ടപ്പെടുകയാണ്, എനിക്ക് അദ്ദേഹത്തെ തന്നെ വിവാഹം കഴിച്ചാൽ മതിയെന്ന് ഇവർ വാശി പിടിച്ചതായും ആ വിവാഹത്തിനോട് അനുബന്ധിച്ചുള്ള സ്വർണമാകട്ടെ പണമാകട്ടെ ജയലളിത നൽകിയിരുന്നെന്നും എന്നാൽ ഈ മാസാമാസം അല്ലെങ്കിൽ ഇടയ്ക്കിടെയുള്ള മാസങ്ങളിൽ ഇവർക്ക് ജയലളിതയിൽ നിന്നും സാമ്പത്തിക സഹായം നേരിട്ട് ഒരു ജീവനക്കാരിലൂടെയാണ് ഇവിടെ കേരളത്തിൽ കൊണ്ട് എത്തിക്കുകയായിരുന്നെന്നും സ്ഥിരമായിട്ട് ഒരു ജീവനക്കാരനല്ല, ആൾ മാറിയൊക്കെയാണ് വന്നുകൊണ്ടിരുന്നതെന്നും ആ സാമ്പത്തിക സഹായം 2024 വരെ അവർക്ക് ലഭിച്ചിരുന്നു എന്നുമാണ് ഏറ്റവും പുതിയ ഒരു അഭിമുഖത്തിൽ അവർ സാക്ഷ്യപ്പെടുത്തുന്നത്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അവരുടെ ഭർത്താവുമായി 7 വർഷമായിട്ട് ഇവർ പിരിഞ്ഞാണ് ജീവിക്കുന്നതെന്നും ഭർത്താവ് നിനക്ക് എവിടുന്നാണ് ഈ പണമെല്ലാം വരുന്നത് എന്ന് അന്വേഷിക്കാറുണ്ടെന്നും അതിൻ്റെ പേരിൽ ഇവരെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടെന്നും ഒക്കെ ഈ പുതിയ അഭിമുഖത്തിൽ അവർ പറയുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം ന്യൂഡൽഹിയിൽ വെച്ച് സുപ്രീം കോടതി പരിസരത്ത് വെച്ച് ഇവർ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നത് 2022 വരെയാണ് അവർക്ക് സാമ്പത്തിക സഹായം കിട്ടിയിരുന്നു എന്ന്. ഇപ്പോൾ പറയുന്നത് 2024 വരെ കിട്ടിയിരുന്നു എന്ന്. ഒപ്പം തന്നെ കഴിഞ്ഞ മാസം ഇവർ തമിഴ്നാട്ടിൽ ഒരു ജയലളിതയുടെ ഒരു ചങ്ങാതിയായ ഒരു അസ്ട്രോളജി അറിയാവുന്ന ഒരു വനിതയുണ്ട്. അവരെ കണ്ടാൽ തന്നെ കഴുത്തയിലും തലയിലൊക്കെ രുദ്രാക്ഷമാലയിട്ട് ഒരു വല്ലാത്ത ഒരു മോഡൽ ലുക്കിൽ ഉള്ളൊരു ലേഡിയാണ്. ഒരു 70-75 വയസ്സ് പ്രായമുള്ള സ്ത്രീയാണ്. അവരെ ഇവർ ഫോണിൽ വിളിച്ച് ഇവരെ സഹായിക്കണമെന്നും അതായത് സുനിതയെ അവർ സഹായിക്കണമെന്നൊക്കെ എനിക്ക് ഇത്ര പ്രശ്നങ്ങളുണ്ട്, ഇതുമായിട്ട് ഞാൻ ബന്ധപ്പെട്ട് ഞാൻ ഇടപെടുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കണം എന്നൊക്കെ അവരോട് ആവശ്യപ്പെട്ടതായിട്ടും ഇവരുമായിട്ട് ഫോണിൽ സംസാരിച്ച ശബ്ദരേഖ അവർ സേവ് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. അവരെ കാണിക്കുന്ന അല്ലെങ്കിൽ അവരെ ആശ്രയിച്ച് വരുന്ന ചാനലുകാരോട് അവരത് കാണിക്കുന്നുമുണ്ട്, കേൾപ്പിക്കുന്നുമുണ്ട്. ഈ അസ്ട്രോളജിപരമായ കാര്യങ്ങൾക്ക് വിശ്വാസമുള്ള ഒരാളുമാണ്. അത്തരം കാര്യങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു ചങ്ങാതി. ആ സ്ത്രീ, അതായത് സുനിത ഫോണിൽ ബന്ധപ്പെട്ട ആസ്ട്രോളജി അറിയാവുന്ന സ്ത്രീ പറയുന്നതും ഇത് മകളെ അല്ല, ഇവരുടെ ഫേസ് കട്ടും ജയലളിതയും നോക്കി എന്ത് ഡേ നൈറ്റ് ഡിഫറൻസ് ആണ്. MG രാമേന്ദ്രനും ജയലളിതയ്ക്കും ജനിച്ച ഒരു കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെ നമ്മൾ വിശ്വസിക്കും?
ഇത് ഒരു പുതിയ ഒരു അവതാരം തന്നെയാണ്, അല്ലാതെ ജയലളിതയുടെ മകളല്ല എന്ന് തന്നെയാണ് ആ സ്ത്രീയും ചാനൽ അഭിമുഖത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ജയലളിത മരണപ്പെട്ട ദിവസം, അതായത് സെപ്റ്റംബർ 22 തോന്നുന്നു, ആ ഡേറ്റിന് ഇവരെ മുൻകൂട്ടി അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുനീത കേരളത്തിൽ നിന്നും ചെന്നൈയിലേക്ക് പോയതെന്നാണ് അവർ പറയുന്നത്. സംഭവിച്ചു. ഈ പോയസ് ഗാർഡൻ എന്ന് പറയുന്ന ഒരു ഏരിയ, രജനീകാന്തിൻ്റെ ഒരു സൈഡിൽ രജനീകാന്തിൻ്റെ വീട്, ഒരു സൈഡ് മുഖ്യമന്ത്രിയുടെ വീട് സ്ഥിതി ചെയ്യുന്ന VIP ഏരിയയാണ്. അവിടെ ഒരു തെരുവുനായ പോലും അതിൽ അലിഞ്ഞിരിഞ്ഞ് നടക്കാൻ പറ്റുകയില്ല. അത്രയ്ക്കും ഫുൾ സെക്യൂരിറ്റി ഉള്ള ഒരു പ്രദേശമാണ്. ഇവർ ഒറ്റയ്ക്കാണ് ജയലളിതയെ അമ്മയെ കാണാൻ പോകാമെന്നും പറഞ്ഞ് പോയത്. ഓർത്തോണം, ഒറ്റയ്ക്കാണ് ഇവർ പോയതെന്ന് പറയുന്നു. ഇവർ എന്തായാലും നമുക്ക് വ്യക്തമായി അറിയാം, ഇവർ പോകുമ്പോഴും ഇവർക്ക് ന്യായമായ ഫൈനാൻഷ്യലി സാമ്പത്തിക സഹായം അവിടുന്ന് ലഭിക്കാറുണ്ടെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അങ്ങനെയുള്ള സ്ഥിതിക്ക് ഇവർ എങ്ങനെയാണ് ട്രെയിനിലൊക്കെ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് പോയി വരിക? ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ പിന്നെ അവർക്കൊരു 50 വയസ്സ് കഴിഞ്ഞു എന്ന് നമുക്ക് വിശ്വസിക്കാം. ഇതിന് മുമ്പുള്ള കാലങ്ങളിൽ അവരേതാണ്ട് 18-20 വയസ്സ് കാലം മുതൽ ഈ അമ്മയുടെ അടുത്ത് പോയി വരുന്നുണ്ട്. 10-25 വർഷമായിട്ട് ഇവർ പോയി വരുന്നുണ്ട്. ആയ കാലത്തും ഇവർ ഒറ്റയ്ക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഈ വാർദ്ധക്യം അടുക്കുന്ന കാലത്തും ഇവർ ഒറ്റയ്ക്ക് തന്നെയാണ് പോയി വന്നത് എന്ന് സാക്ഷ്യപ്പെടുന്നു. അത് തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ജയലളിതയുടെ വീട് സ്ഥിതി ചെയ്യുന്ന ആ പ്രദേശത്തേക്ക് അങ്ങനെ അനായാസം ആർക്കും കയറി ചെല്ലാൻ പറ്റുകയില്ല. ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട് ആ പെരയ്ക്കകത്ത് കയറണമെന്നുണ്ടെങ്കിൽ. അഥവാ ഇനിയിപ്പം ജയലളിത സമ്മതിച്ചാലും ജയലളിത സഹായിയായിരിക്കുന്ന ശശികല എന്ന് പറയുന്ന മാഡം ഒട്ടും സമ്മതിക്കുകയില്ല. ഈ ബന്ധുമിത്രാദികൾ എന്ന പേരിൽ ആരെങ്കിലും കയറി വരാനോ അല്ലെങ്കിൽ അവർ ബന്ധുമിത്രാദികളാണെന്ന് അറിഞ്ഞാൽ പോലും പിന്നത്തെ ട്രിപ്പ് അവരെ കാണാൻ അനുവദിക്കുകയല്ല ശശികല. സെക്യൂരിറ്റിയോടുകളെല്ലാം കർക്കശനമായിട്ട് പറയും, ഒരു കാരണവശാലും ആരെയും അനുവദിക്കേണ്ട, മാഡം റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞാൽ മതി എന്നും പറഞ്ഞ് ഫോണിൽ കൂടെ പോലും അവരെ കിട്ടുകയില്ല, കോൺടാക്ട് ചെയ്യാൻ പറ്റുകയില്ല. അത്രയ്ക്കും നിരീക്ഷണത്തിലായിരുന്നു. ബ്ലാക്ക് ക്യാറ്റ് സെക്യൂരിറ്റിയെക്കാളും ഒരു സ്റ്റെപ്പ് മുകളിലായിരുന്നു ശശികലയുടെ സുരക്ഷാ കവചം എന്ന് പറയുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഇവരൊക്കെ അങ്ങോട്ട് ചെന്നു, കാണാൻ പോയി. ഇവർ അങ്ങോട്ട് കയറി ചെന്നപ്പോഴത്തേക്ക് ജയലളിത സ്റ്റെയർ കേസിൻ്റെ താഴെയായിട്ട് ബോധരഹിതയായി കിടക്കുന്നു. ഇവർ കാലുകൊണ്ട് ചവിട്ടി നോക്കുന്നു, ശശികല കാലുകൊണ്ട് ചവിട്ടി നോക്കുന്നു. ബ്ലാക്ക് ക്യാറ്റ് സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. ഇത് കണ്ടപ്പോഴത്തേക്ക് ഇവർ വികാരം അല്ലെങ്കിൽ ഇവർ സങ്കടം കൊണ്ട് അമ്മ മരിച്ചു കിടക്കുന്നു എന്ന സങ്കടം കൊണ്ട് ഇവർ അവിടെ ബഹളം വെക്കാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. ഉടനെ അവിടുത്തെ ജീവനക്കാരൻ വന്ന് ഇവരുടെ വാ പൊത്തി ഇവരെ വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ പുറത്തേക്ക് ഇറക്കി പൊക്കോളാൻ പറഞ്ഞു എന്നൊക്കെയാണ് ഇവർ പറഞ്ഞു. ഇവരുടെ ബാഗ് അവർ അവിടെ ഉപേക്ഷിച്ച് പോരുന്നു, പിന്നെ എടുക്കാൻ പോയിട്ടില്ല. അതിൽ പിന്നെ ഞാൻ അതിനെപ്പറ്റി ഒന്നും അന്വേഷിച്ചിട്ടില്ല. ഭയന്നിട്ടാണ്, എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ഗതികേട് വന്നതുകൊണ്ട് ഞാൻ ഭയന്നിട്ടാണ് ഞാൻ ഇക്കാര്യങ്ങളൊന്നും മിണ്ടായിരുന്നത് എന്നൊക്കെ ഇവർ പറയുന്നു. ഏറ്റവും അവസാനം ഇവർ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. എനിക്ക് സ്വത്തും പണമൊന്നും അല്ല വേണ്ടത്, എൻ്റെ അമ്മ മരണപ്പെട്ടതിന് നീതി ലഭിക്കണം, എൻ്റെ അമ്മയുടെ ജീവന് നീതി ലഭിക്കണം, മരണത്തിൻ്റെ സത്യാവസ്ഥ പുറം ലോകം അറിയണം എന്നൊക്കെയാണ് ഇവർ ഇപ്പോഴത്തെ ആവശ്യം. ഒപ്പം തന്നെ പണ്ട് ജയലളിതയെ കാണാൻ പോയിരുന്ന കാലത്ത് ബ്ലഡ് പരിശോധന എടുത്ത് നടത്തിയിരുന്നെന്നും എന്നൊക്കെ ഇവർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇതിൻ്റെ ഒന്നും എവിഡൻസുകളില്ല. അതുപോലെ തന്നെ ജയലളിതയെ അടുത്തറിയാവുന്ന വ്യക്തികളൊക്കെ പറയുന്നത് ജയലളിതയ്ക്ക് ഇങ്ങനെ ഒരു മകൾ ഉണ്ടായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ വിശ്വസിക്കാം ഏതെങ്കിലും ഒരു തരത്തിൽ. പക്ഷേ ഇത് ജയലളിതയുടെയും MGRൻ്റെയും കുട്ടിയാണ് എന്ന് പറയുന്നതാണ്. അതിൽ തന്നെ അവർ പറയുന്ന കാര്യം 100% കള്ളത്തരമാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം എന്നാണ് ഏവരും സാക്ഷ്യപ്പെടുത്തുന്നത്. മുമ്പേ ഞാൻ പറഞ്ഞ പോലെ മറ്റൊരു വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു, MG രാമേന്ദ്രൻ്റെ മകളോ മറ്റോ ആയിരുന്നെങ്കിൽ തീർച്ചയായും അദ്ദേഹം ഒരു 3 തലമുറയ്ക്കോ 5 തലമുറയ്ക്കോ കഴിയാനുള്ള സ്വത്ത് എഴുതി വെച്ചതിന്, ആ കുട്ടിയെ വളർത്താനുള്ള സംവിധാനവും ചെയ്തതിന്. അത് ജയലളിതയുടെ മകളെ തന്നെ ജയലളിത ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ? ആന്ധ്രയിൽ വലിയൊരു 50 ഏക്കറോ 100 ഏക്കറോ സ്ഥലത്ത് ഈ മുന്തിരിത്തോട്ടം ഫാം ഹൗസ് മേടിച്ചു കൊടുത്ത് അവിടെ ജീവനക്കാരെ നിർത്തി പരിചരിച്ച് ആ കുട്ടിയെ വളർത്തിയെടുത്ത് കൊണ്ടുവന്ന് ആ കുട്ടി വളരുകയും ചെയ്തു. അതിന് ന്യായമായ വിദ്യാഭ്യാസം കൊടുത്തു, അതിനെ കെട്ടിച്ചു വിടുകയും ചെയ്തു. അതിനിപ്പോൾ കുട്ടികളുണ്ടെന്ന് തന്നെയാണ് ആ ഡോക്ടർ സാക്ഷ്യപ്പെടുത്തുന്നത്. സുനിത പറയുന്നത് എന്നെ കൊല്ലാൻ വിട്ടതാണ്, മറ്റെന്തോ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പാചകക്കാരൻ മാധവൻ അച്ഛൻ എന്നെ ഇവിടെ വളർത്താൻ കൊണ്ടുവന്നു എന്ന്. അങ്ങനെയാണെങ്കിൽ തന്നെ ആ മാധവൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ന്യായമായ ഒരു ഫൈനാൻസ് ഇവർ കൊടുത്തതിന് അത്യാവശ്യം സാമ്പത്തിക ഭദ്രതയോടെ ഈ കുട്ടിയെ വളർത്താനും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കുട്ടികൾ വളരാനും ഒക്കെ രീതിയിൽ നല്ലൊരു ശതമാനം ഫൈനാൻഷ്യലി ഹെൽപ്പ് ചെയ്തതിന്. അല്ല, കാര്യങ്ങളുടെ കിടപ്പിനെ വിലയിരുത്തുമ്പോൾ
ഈ 2024-26 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുത്ത് നിൽക്കുന്ന അതിനുള്ള അണിയറയിൽ ചർച്ച നടക്കുന്ന തമിഴ്നാട്ടിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്ഥിതിഗതികളെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് എടപ്പാടി കെ പഴനിസ്വാമിനെയും മറ്റേ ശശികലനെയൊക്കെ തഴയ്ക്കാനായിട്ട് ഇറക്കിയ ഒരു അവതാരമാണോ ഭരണകക്ഷി അല്ലെങ്കിൽ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിക്കാർ ഇറക്കിയ ഒരു പുതിയൊരു അവതാരമാണോ എന്നും കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും രാജ്യത്തെ പരമോന്നത കോടതിയായ സുപ്രീം കോടതിയുടെയും ഇന്ത്യൻ പ്രസിഡന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുപോയ ഒരു കാര്യമായതുകൊണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് വ്യക്തമായ ഒരു മറുപടി കിട്ടാത്തിടത്തോളം കാലം നമുക്ക് ഒരു അഭിപ്രായം രേഖപ്പെടുത്താനാവില്ല. വരും നാட்களிൽ വ്യക്തമായ ഒരു മറുപടി ലഭിക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ചാനൽ പരിപാടി ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.